ഫാത്തിമ അന്ന് ആ സമയത്ത് വന്നില്ല. എന്നോട് പറഞ്ഞ രണ ഫാത്തിമ ജിസയില് പിന്നെ ഓക്കെ, ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തർക്കും പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഏതാന്നുള്ളത് അറിയണം. അല്ലാതെ ഇവരുള്ളടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചെല്ലുന്നത് ഒരാളുടെ ലൈഫിനെ തന്നെ ബാധിക്കാവുന്ന ഒരു ഇഷ്യൂ ആണിത്. ഐ നോ ദാറ്റ്. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അല്ലേ? ജിസൈലിനാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാവർക്കും അവരുടെ ലൈഫ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഈ 3 months അല്ലല്ലോ ലൈഫ്. അപ്പം ഇതിനകത്ത് പല ഗെയിം സ്ട്രാറ്റജിയും കൊണ്ടുവന്നവരുണ്ടാവാം. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഗ്രിഡ്ജിലും ചിലപ്പം മാനിപ്പുലേറ്റ് ചെയ്തോ അല്ലാതെ നേരിട്ട് കണ്ട എന്താണ്. പക്ഷെ സംസാരിക്കാനുണ്ട് കാര്യം. അതുകൊണ്ട് ഇപ്പം നേരെ ബിഗ് ബോസിന്റെ അടുത്ത് ഇപ്പം ബിഗ് ബോസ് എല്ലാം ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. കാരണം ഇത് റെക്കോർഡറായിട്ടുള്ള എല്ലാം റെക്കോർഡറാണ്. ഓക്കെ, ലൈവാണ്, റെക്കോർഡറാണ്. അപ്പം ഓരോരുത്തർക്കും പറയാനുള്ള കാര്യം എന്താന്നുള്ളത് കേട്ടോളൂ. ഒരാൾ വിചാരണ ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്. ഫസ്റ്റ് യു കം. പിന്നെ ഓക്കെ, നിങ്ങൾ വരൂ. ഈ പ്രശ്നം ഇത് അനുമോളും ആര്യനും തമ്മിലുള്ള വിഷയമാണ് അല്ലേ? ഇവര് നിങ്ങൾ തമ്മിലാണ് തീർക്കേണ്ടത്. അവിടെ വേറെ തീർക്കാനല്ല. അപ്പം ഒരു സ്പേസ് കൊടുക്കാമോ അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കൊന്നും കേൾക്കാനുള്ളത്. ഒരാൾക്ക് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം. അനുമോൾക്ക് എന്താ പറയാനുള്ളത് ചില പറയും. എന്താ നിന്റെ മനസ്സിൽ എന്തുകൊണ്ട് നീ ട്രിഗറായി കണ്ടു എത്ര സമയം ഡിസ്റ്റർബ് ചെയ്യില്ല. ആര്യൻ